മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബീച്ച് കേന്ദ്രീകരിച്ച് ഭക്ഷണശാലകളിൽ പരിശോധന നടത്തി. അനധികൃതമായി സ്ഥാപിച്ച കടകൾ പൊളിച്ചു നീക്കി. മലിനമായ സാഹചര്യത്തിൽ ഭക്ഷണമുണ്ടാക്കുന്ന കടകൾക്ക് നോട്ടീസ് നൽകി അടച്ചുപൂട്ടി. കോഴിക്കോട് കോർപ്പറേഷനിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ബീച്ച് കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചത്. മോശമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന കടകളിൽ ചിലത് ഒഴിപ്പിക്കുകയും പൂട്ടുകയും ചെയ്തു. ചിലർക്ക് നോട്ടീസ് നൽകിയതായും ഡോക്ടർ മുനവർ പറഞ്ഞു. ഇതിപ്പോൾ ഒഴിപ്പിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഒരു പരിശോധനയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബീച്ച് കയ്യേറിയിട്ടുള്ള കച്ചവടങ്ങളുണ്ടായിരുന്നു, അവ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ പലതും, മഞ്ഞപ്പിത്തം, എലിപ്പനി, ഡെങ്കി പോലുള്ള പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതും തടയുക എന്നുള്ളതും കൂടിയാണ് ഈ പരിശോധനയുടെ ഉദ്ദേശം. 90 കടകളാണ് ഇത്തരത്തിൽ ബീച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. 6 കടകളെ ഒഴിപ്പിച്ചു. 19 കടക്കാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചവരിൽ മുൻകാലത്ത് ഇല്ലാത്ത പല സങ്കീർണതകളും റിപ്പോർട്ട് ചെയ്യുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് വൃക്കകൾ പ്രവർത്തനരഹിതമാകുന്ന കേസുകൾ വളരെ കുറവായിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജിൽ ഇതിനകം നിരവധി രോഗികൾക്ക് ഡയാലിസിസ് അടക്കം വേണ്ടിവന്നതായി ജനറൽ മെഡിസിൻ വിഭാഗത്തിലുള്ളവർ പറയുന്നു. മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ പലരിലും മാസങ്ങളോളം തുടരുകയാണ്. രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് 30-ൽ കുറയാതെ നിൽക്കുന്നവരുണ്ട്. സമഗ്രമായ പഠനശേഷമേ കാരണങ്ങൾ കണ്ടെത്താനാവൂ എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം. രോഗം ബാധിച്ച് മരിച്ചവർ, രോഗം തീവ്രമായിരുന്നവർ എന്നിവരുടെ വിവരങ്ങളെടുത്ത് പൊതുഘടകങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ പരിധിയിൽ ആരോഗ്യവകുപ്പ് ഭക്ഷണം പാകം ചെയ്യുന്ന കടകളിൽ പരിശോധന ശക്തമാക്കിയത്. പരിശോധനകളുണ്ട്. ഭക്ഷണം വിൽപ്പനശാലകളിൽ മുഴുവൻ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബീച്ചിലോ ഈ തട്ടുകടകളിലോ മാത്രം ഒതുങ്ങുന്ന പരിശോധനയല്ല ഇത്. ഇതൊരു തുടർ പ്രക്രിയയായിരിക്കും. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും മറ്റ് എല്ലാ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ പരിശോധന തുടരും. കൈരളി ന്യൂസ്, കോഴിക്കോട്.